ചാരത്ത് മുത്തും നിൻ പാദത്തിൽ നിൽക്കും നിൻ ചാരത്ത് മുത്തും നിൻ പാദത്തിൽ രക്ഷകനേ നിന്റെ പക്ഷമായി ഞാൻ ഈ ക്ഷിതിയിൽ ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുല്യമായ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപയോഗമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള വിശ്വാസികളും അല്ലെങ്കിൽ തന്റെ പ്രവർത്തകരും എങ്ങനെയാണ് തെസ്സലോനിക്കയിൽ വേല ചെയ്തത് എന്ന് വിവരിക്കുകയാണ്. നിങ്ങൾ അറിയും പോലെ തെസ്സലോനിക്ക വിശ്വാസികൾക്ക് പൗലോസിന്റെയും കൂട്ടുപ്രവർത്തകരുടെയും ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്, അവർ ഗ്രഹിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ദൈവവും മനസ്സിലാക്കിയ കാര്യമാണ്. ദൈവത്തിനും അവരുടെ ജീവിതത്തിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞ കാര്യമാണ്, ദൈവത്തിന് കാണാൻ കഴിഞ്ഞ കാര്യമാണ് പൗലോസ് പറയുന്നത്. ദൈവം സാക്ഷി എന്ന് പറയുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ ദൈവം കാണുന്നു, അതോടൊപ്പം തന്നെ മറ്റുള്ളവരും കാണുന്നു. മറ്റുള്ളവർ കാണുമ്പോഴാകട്ടെ ദൈവം കാണുമ്പോഴാകട്ടെ അത് ദൈവത്തിന്റെ വചനപ്രകാരമായി തീർന്നാൽ, അത് ദൈവഹിതപ്രകാരമായി തീർന്നാൽ, ദൈവഹിതത്തിന് വിരുദ്ധമായതൊന്നും കടന്നു വരാതിരുന്നാൽ നമുക്കും ഇങ്ങനെ പറയാൻ കഴിയും, ദൈവം സാക്ഷി, നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന്. ഇവിടെ ദൈവത്തെ സാക്ഷി നിർത്തി പൗലോസ് വിശ്വാസികൾ അറിയുന്ന കാര്യം പറയുന്നത്, ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന് ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. പൗലോസിന്റെ ശുശ്രൂഷയിൽ പൗലോസ് ഉപയോഗിക്കാഞ്ഞ 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ പൗലോസിന്റെ ശുശ്രൂഷ വിജയകരമായി തീരുവാൻ സഹായകരമായ 2 കാര്യങ്ങൾ. ഒന്ന്, മുഖസ്തുതി പൗലോസ് പറഞ്ഞിട്ടില്ല. 2, ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം പ്രയോഗിച്ചിട്ടില്ല. മുഖസ്തുതി പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആളുകളെ അഭിനന്ദിക്കുന്നതല്ല മുഖസ്തുതി. ആളുകളോട് അവരുടെ നല്ല കാര്യങ്ങൾ, അവർ ചെയ്ത നല്ല കാര്യങ്ങളിൽ അവരെ പ്രശംസിക്കുന്നതല്ല മുഖസ്തുതി. എന്താണ് മുഖസ്തുതി? ശലോമോൻ പറയുന്നുണ്ട്, മുഖസ്തുതി മറ്റുള്ളവരെ നശിപ്പിക്കുന്നതാണ്. മുഖസ്തുതി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന കാര്യം മറ്റുള്ളവരെ സ്വാധീനിക്കാനും അവരുടെ പ്രശംസ പിടിച്ചുപറ്റാനും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാനും വേണ്ടി നടത്തുന്നതായ വാക്കുകളുടെ പ്രയോഗമാണ്. ഇത് പ്രസംഗത്തിലായിക്കൊള്ളട്ടെ, ആളുകളോട് നേരിട്ടായിക്കൊള്ളട്ടെ, എങ്ങനെയായിരുന്നാലും മനുഷ്യരുടെ സ്വാധീനം നേടുവാൻ, മനുഷ്യരെ പ്രശംസിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്നതായ സംസാരമാണ് മുഖസ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുഖസ്തുതി പറയുമ്പോൾ അത് ഒരിക്കലും ദൈവത്തിന് പ്രസാദകരം അല്ല. ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പൗലോസ് റോമാലേഖനം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
പറയുന്നത്. അവരുടെ സ്വഭാവം ഇതാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് പൗലോസ് അവിടെ പറയുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുന്നത്. ചക്കര വാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുന്നു. മുഖസ്തുതി പറയുന്നവരുടെ ഉദ്ദേശം ദൈവത്തെ സേവിക്കല്ല, തങ്ങളുടെ വയറിനെയാണ്, അല്ലെങ്കിൽ തന്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് മുഖസ്തുതി പറയുന്നത്. മാത്രമല്ല, ചക്കര വാക്കുകൾ ഉപയോഗിച്ച് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ചു കളയുന്നു. അപ്പോൾ മുഖസ്തുതിയും വഞ്ചനയും ഒരുമിച്ച് പോകുന്നതാണ്. മുഖസ്തുതി പറയുമ്പോൾ നാം ആളുകളെ വഞ്ചിക്കുകയാണ്. കർത്താവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന പരീശന്മാർ അവരിങ്ങനെയായിരുന്നു. അവർ വിധവകളുടെ വീടുകളെ വിഴുങ്ങിക്കളയുക, എന്നിട്ട് ദീർഘമായിട്ട് ഉപായ രൂപേണ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് മത്തായി 23 കർത്താവ് പറയുന്നു. കപടഭക്തിക്കാരുടെ ലക്ഷണമാണ്. ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? ആളുകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. തങ്ങളുടെ തെറ്റായ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് അവര് പ്രാർത്ഥിക്കുന്നത്. അവർ വിധവകളുടെ വീടുകളെ വിഴുങ്ങിക്കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മുഖസ്തുതി പ്രയോഗിച്ച് നേടിയാൽ, എന്തെങ്കിലും നേട്ടം നേടിയാൽ, അത് ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും അംഗീകാരയോഗ്യമല്ല. ഇവിടെ പൗലോസ് പറയുന്ന രണ്ടാമത്തെ കാര്യം, ദ്രവ്യാഗ്രഹത്തിന്റെ ആ പദ്ധതി ഒന്നും തനിക്കില്ലായിരുന്നു എന്നാണ്. ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ, ഉപായത്തിലൂടെ ദ്രവ്യാഗ്രഹം, നാം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹാരാധന എന്നാണ്. ദ്രവ്യം നേടാൻ വേണ്ടി, പണം നേടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ, ആ ഉദ്ദേശത്തോടു കൂടി നാം ദൈവവേല ചെയ്യുന്നെങ്കിൽ അതൊരു വിഗ്രഹാരാധനയാണ്, ദൈവാരാധനയല്ല. ദൈവം ഏറ്റവും വെറുക്കുന്ന വിഗ്രഹാരാധനയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. അഥവാ നമ്മുടെ ലക്ഷ്യം വിഗ്രഹാരാധനയായി തീരുകയാണ്. പണസമ്പാദനത്തിനു വേണ്ടി നാം പ്രസംഗിക്കുന്നെങ്കിൽ, പണം സമ്പാദനത്തിനു വേണ്ടി നാം ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നെങ്കിൽ, അത് ദൈവത്തിന് മുമ്പാകെ വിഗ്രഹാരാധനയായിട്ടിരിക്കുകയാണ്. ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യം. പ്രിയ ദൈവമക്കളെ, നാം ഇത് വളരെ കരുതിക്കൊള്ളണം. കർത്താവ് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്, സകലവിധ ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളണം. ദ്രവ്യം ലഭിക്കുന്നതല്ല പാപം, ദ്രവ്യത്തുള്ള ആഗ്രഹമാണ്. ദ്രവ്യത്തെ സമ്പാദിപ്പിക്കുവാനായിട്ടുള്ളതായ അതിനുവേണ്ടി നടത്തുന്നതായ ഉപായങ്ങൾ, തന്ത്രങ്ങൾ, അതൊക്കെ ദൈവം ഏറ്റവും വെറുക്കുന്നതാണ്. പണക്കാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, അവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് പണം സമ്പാദിപ്പിക്കാൻ വേണ്ടി നടത്തുന്നതായ സംസാരങ്ങളും അവരോടുള്ള ഇടപെടലുകളും, അവരെ ഉയർത്തി അവർക്ക് മുഖ്യ സ്ഥാനവും ഒക്കെ കൊടുത്ത് അവരിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പണം സമ്പാദിക്കണം എന്നുള്ള ശ്രമം, അത് ദൈവം ഏറ്റവും വെറുക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്തിലെ ധനം, ഈ ലോകത്തിലെ പ്രശസ്തി, ഈ ലോകത്തിലെ ബഹുമാനം, ഈ ലോകത്തിലെ ആദരവ്, ഇതൊക്കെ നേടാൻ വേണ്ടി നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളും പരാജയങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ക്രമീകരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.